2026 ലയോ 14 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിന് മുന്നോടിയായി സ്പെയിനിലെ കത്തോലിക്ക സഭ സജ്ജീകരണങ്ങൾ ആരംഭിച്ചു. പരിശുദ്ധ പിതാവ് മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ എന്നിവ സന്ദർശിക്കുമെന്ന പ്രതീക്ഷയിലാണ് തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും വിവിധ ഏകോപന സമിതികളെ സ്പാനിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രഖ്യാപിച്ചു. ഈ യാത്രയുടെ ഒരുക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി CEUടെയും സന്ദർശനം പ്രതീക്ഷിക്കുന്ന രൂപതകളുടെയും സംയുക്ത സംഘങ്ങളാണ് രൂപീകരിച്ചിരിക്കുന്നത്. മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ, ടെനറിഫ് എന്നീ രൂപതകളാണ് ഇതിൽ നേരിട്ട് പങ്കാളികളാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളുടെ ആദ്യ യോഗം വെള്ളിയാഴ്ച നടന്നു. CEE പ്രസിഡന്റ് ബിഷപ്പ് ലൂയിസ് അർഗുവെല്ലോ, മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസ് കോബോ, ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജുവാൻ ജോസ് ഒമെല്ല, കാനറി ദ്വീപുകളുടെ ബിഷപ്പ് ജോസ് മസുലോസ്, ടെനറിഫ് ബിഷപ്പ് എയ്ലോയ് ആൽബർട്ടോ സാന്റിയാഗോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സ്പെയിനിലേക്കുള്ള അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് പിയേറോ പിയോപ്പയും സന്നിഹിതരായിരുന്നു. ദേശീയ ഏകോപന സമിതിയുടെ ജനറൽ കോർഡിനേറ്ററായി യാഗോ ഡി ലാവ് സിയേർവയും ഡെപ്യൂട്ടി ജനറൽ കോർഡിനേറ്ററായി ഫെർണാണ്ടോ ഗിമേനസ് ബാരിയോക്കനാലും നിയമിതരായി. ആരാധന, പാസ്റ്റൽ പ്രവർത്തനം, ആശയവിനിമയം, ധനകാര്യം, ലോജിസ്റ്റിക്സ്, പ്രോട്ടോകോൾ, സാങ്കേതിക നവീകരണം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പ്രത്യേക തലവന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ പ്രാദേശിക സംഘാടക സമിതികളെയും രൂപീകരിച്ചു. സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി രൂപീകരിച്ച വെബ്സൈറ്റ് ഈ വാരാന്ത്യത്തിൽ ആരംഭിക്കുമെന്ന് CEE അറിയിച്ചു. പതിവ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ, സന്നദ്ധ പ്രവർത്തനവും സംഭാവനകളും സംബന്ധിച്ച വിവരങ്ങൾ, സ്പെയിനിലെ സഭയെക്കുറിച്ചുള്ള ഡാറ്റ, ലയോ 14 മാർപ്പാപ്പയെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ എന്നിവയും വെബ്സൈറ്റിൽ ഉൾപ്പെടും. മാധ്യമങ്ങൾക്കായുള്ള പ്രത്യേക വിഭാഗവും വെബ്സൈറ്റിലുണ്ടാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും മാർപ്പാപ്പയുടെ ഈ സന്ദർശനം സ്പെയിനിലെ സഭയ്ക്കും വിശ്വാസികൾക്കും വലിയ ആത്മീയ ഉണർവായിരിക്കുമെന്ന് സഭാ നേതൃത്വം പ്രതീക്ഷ പ്രകടിപ്പിച്ചു.